ഉള്ളിവെച്ച മറ്റൊരു വാർത്തയിലേക്ക് PV അൻവറിന്റെ ഇടപെടലിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ LDFിന് ഭരണം നഷ്ടമായി. UDFിന്റെ അവിശ്വാസ പ്രമേയം പാസായി. LDF അംഗം നുസൈബ സുധീർ അവിശ്വാസത്തെ അനുകൂലിച്ചു. TMC നിലമ്പൂർ മണ്ഡലം കൺവീനറുടെ ഭാര്യയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന നുസൈബ. 9-നെതിരെ 11 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത്. മുഹമ്മദ് ഷംസീറുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. ഷംസീർ, ഏറെ നാടകീയതയ്ക്കൊടുവിൽ ഇത് അവിശ്വാസം പാസായിരിക്കുന്നു. എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? അജി, PV അൻവറിന്റെ ഇടപെടലിലൂടെ പനമരം പഞ്ചായത്തിനു പിന്നാലെ മറ്റൊരു പഞ്ചായത്ത് കൂടി, മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്ത് കൂടി UDF പിടിച്ചെടുക്കുകയാണ്. LDFിൽ നിന്നാണ് UDF ഈ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നത്. ഇവിടെ 10-10 എന്നതായിരുന്നു കക്ഷിനില. LDFിലെ നുസൈബ സുധീർ എന്ന മെമ്പറുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ അവിശ്വാസം പാസ്സായിരിക്കുന്നത്. 9-നെതിരെ 11 വോട്ടുകൾ നേടിയാണ് ഇപ്പോൾ അവിശ്വാസം പാസ്സായി. ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം അത് UDF പിടിച്ചിരിക്കുന്നു. രാവിലെ മുതൽ വലിയ സംഘർഷാവസ്ഥകൾ ഈ റോഡിലും ഒപ്പം തന്നെ ഈ യോഗം നടന്ന ഹാളിനകത്തും തന്നെ ഉണ്ടായിരുന്നു. ഈ നുസൈബ സുധീറിന് നേരെ പ്രതികരണം ഒന്ന് PV അൻവറിന്റെ ഇടപെടലിലാണ് ചുങ്കത്തറ പഞ്ചായത്തിൽ LDFിന് ഭരണം നഷ്ടമായത്. UDFിന്റെ അവിശ്വാസ പ്രമേയം അവിടെ പാസ്സായിരിക്കുന്നു. LDF അംഗം നുസൈബ സുധീർ അവിശ്വാസത്തെ അനുകൂലിച്ചു. TMC നിലമ്പൂർ മണ്ഡലം കൺവീനറുടെ ഭാര്യയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന നുസൈബ. 9-നെതിരെ 11 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസ്സായത്. നേരത്തെ ഷംസീർ സൂചിപ്പിച്ചതുപോലെ വയനാട് പനമരം പഞ്ചായത്തിന് പിന്നാലെ മറ്റൊരു പഞ്ചായത്ത് കൂടി PV അൻവറിന്റെ ഇടപെടലിൽ UDFിന് ലഭിക്കുകയാണ്. ഷംസീർ തുടരുന്നുണ്ട്. ഷംസീർ, മറ്റു വിവരങ്ങൾ എന്താണ് അവിടെ നിന്നും നൽകാനുള്ളത്? അപ്പോൾ PV അൻവറിന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും 10-10 എന്ന കക്ഷിനിലയായിരുന്നു UDFിനും LDFിനും ഉണ്ടായിരുന്നത്. അവിടെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കൂടുതൽ പഞ്ചായത്തുകൾ ഇനിയും പിടിക്കുമെന്നോ? ഇനിയും പിടിക്കും. ഏത് പഞ്ചായത്താണ് പറയാറായിട്ടില്ല. PV അൻവറിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇനിയും പഞ്ചായത്തുകൾ പിടിക്കുമെന്നാണ് പറയുന്നത്. PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. നേരത്തെ പനമരം പഞ്ചായത്തും LDFിന്റെ കയ്യിൽ നിന്നും UDF പിടിച്ചെടുക്കുന്നു. സമാനമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഇന്ന് ചുങ്കത്തറയിലും ഉണ്ടായത്. ചുങ്കത്തറയിലും അവിശ്വാസം പാസ്സായിരിക്കുന്നു. LDFിന് അവരുടെ ഭരണം നഷ്ടമായിരിക്കുന്നു. UDFിന്റെ അവിശ്വാസ പ്രമേയം പാസ്സായി എന്നുള്ളതാണ്. LDF അംഗമായ നുസൈബ സുധീർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഷംസീറിലേക്ക് വീണ്ടും പോവുകയാണ്. ഷംസീർ, അൻവറിന്റെ പ്രതികരണം എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഒഴിച്ച് 3 മണിക്കൂർ വലിച്ചു നീട്ടി ചർച്ച കൊണ്ടുപോയി വസ്ത്രാക്ഷേപം പോലും നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, കൂത്താട്ടുകുളം മോഡലിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. PV അൻവർ MLA ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയ MLAയെയും മെമ്പറുടെ ഭർത്താവിനെയും ഒക്കെ ആക്രമിക്കാൻ, അപായപ്പെടുത്താനുള്ള നടത്തി. ഞങ്ങൾ CPM-നോട് പറയുന്നു, ചുങ്കത്തറയിൽ നിങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ ചുങ്കത്തറ UDFിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ നിമിഷം നേരുന്ന വാർത്ത. അട്ടിമറിച്ച് അൻവർ അവിശ്വാസ പ്രമേയം ചുങ്കത്തറ പഞ്ചായത്തിൽ പാസ്സായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി അവിടെ നിന്നും ഷംസീർ ലഭിക്കുന്നത്. UDFിന്റെ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നു. ഞങ്ങൾ തിരിച്ചുപിടിക്കും. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, PV അൻവറിനെ രാഷ്ട്രീയപരമായി സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാൻ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല. ജനാധിപത്യത്തിലെ കൂട്ടക്കൊല ചെയ്യാൻ നടത്തിയ CPM-ന്റെ കാട്ടുനീതിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിജയമാണ് ചുങ്കത്തറയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം
കരുളായിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നടന്ന കരുളായി ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 60-ൽ പരം വോട്ടുകൾക്കാണ് ഞങ്ങൾ ജയിച്ചതെങ്കിൽ ഇത്തവണ 397 വോട്ടുകൾക്ക് ഞങ്ങൾ വിജയിക്കാൻ കഴിഞ്ഞു. ഇത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ്. ഒരേ ദിവസം ചുങ്കത്രയിലും കരുളായിലും CPM-ന് ലഭിച്ചിരിക്കുന്നത് ഇരട്ട പ്രകടനമാണ്, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരട്ടി മധുരമാണ്. തീർച്ചയായും ഞങ്ങൾ വിജയിപ്പിച്ച ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുക. ഇത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. 2020-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിലേറിയ ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ പഞ്ചായത്ത്. ഈ ചുങ്കത്തറ പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യത്തിനുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഏതൊരു കൈകളാലാണ് ഈ അട്ടിമറി നടന്നതെങ്കിൽ ആ കൈകളാൽ തന്നെ അട്ടിമറി തിരിച്ചു നടത്തിക്കൊണ്ട് തീർച്ചയായും ഈ ഭരണം നമ്മൾ ഇല്ലാതെയാക്കിയിരിക്കുന്നു. UDF-ന് അജയ്യമായ വിജയമുണ്ടായിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഒരു സംശയ കാര്യത്തിലില്ല. കാരണം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ UDF-ലെ അംഗമല്ല, UDF-ലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി ഞങ്ങൾ എന്നും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് UDF. PV അൻവറിനെ ഇതിന്റെ പേരിൽ വേട്ടയാടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ PV അൻവറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം UDF ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സെമി ഫൈനലാണ്. നേരത്തെ ഇവിടെ ജോയ് സൂചിപ്പിച്ചു, 301 വോട്ടുകളാണ് കരുളായി പഞ്ചായത്തിൽ നിന്ന് 301 വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് ആകെ കിട്ടിയത്. ഞങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷം 397. ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനടുത്തുപോലും സ്വന്തം വോട്ട് നേടാൻ പോലും കഴിയാത്ത ഒരു മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഒരു സംശയം വേണ്ട, ഈ നിലമ്പൂരിലെ മറ്റു പഞ്ചായത്തുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് അജയ്യ ശക്തിയാണ് UDF എന്ന് വീണ്ടും തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ്. സാമ്പിൾ വെടിക്കെട്ടാണെന്ന് ചുങ്കത്തറയിൽ കണ്ടത് എന്നാണ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. ചുങ്കത്തറയിൽ 10-10 എന്നതായിരുന്നു കക്ഷിനില. ആ കക്ഷിനിലയ്ക്കും PV അൻവറിന്റെ ഇടപെടലിൽ ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-ന് ഭരണം നഷ്ടമായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് അവിടെ നിന്ന് മുഹമ്മദ് ഷംസീർ റിപ്പോർട്ട് ചെയ്തത്. ഫാസ്റ്റ് ന്യൂസ്